കാട്ടിലെ മരത്തിന് മുകളിൽ കുറേ ആപ്പിള് ഞാൻ പോയി പറിച്ചു. വിശന്നിട്ട് കണ്ണ് കാണുന്നില്ല. ഞാൻ പോയിട്ട് അത്യാവശ്യം വലുപ്പമുള്ളതൊക്കെ നോക്കി പറിച്ചിട്ടുണ്ട്. ഏതൊക്കെ നല്ലതെന്ന് അറിയില്ല. ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ലഞ്ചിന് കാര്യമായിട്ടൊന്നുമില്ല. ബ്രെഡ്, ഈ ഒരു ഇതിന് വെള്ളം എന്ന് പറയണോ ജ്യൂസ് എന്ന് പറയണോ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ഇവിടെ ക്യാമ്പ് ചെയ്യാം. ഇനി ബോർഡറിലേക്കൊരു 20 കിലോമീറ്ററും കൂടി ഉണ്ടാവും. 25 കിലോമീറ്ററും കൂടി. ഇന്നലെ ക്യാമ്പ് ചെയ്തതിന് ശേഷം ഈ പ്രോപ്പർട്ടിയുടെ ഓണർ, ഈ വീട്ടിലുള്ള കുറച്ച് ആളുകൾ ഇവിടെ വന്നു. ആദ്യം എന്നോട് എഴുന്നേറ്റ് പോകാൻ വേണ്ടി പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ്, ട്രാവലിംഗ് ആണ്, ഇന്ത്യയിൽ നിന്ന് വന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ലഞ്ചിന് കാര്യമായിട്ടൊന്നുമില്ല. ബ്രെഡ്, ഈ ഒരു ഇതിന് വെള്ളം എന്ന് പറയണോ ജ്യൂസ് എന്ന് പറയണോ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. വെള്ളം എന്നും പറയാം. ഫ്ലേവേർഡാണ്. അതിൻ്റെ വത്തക്കൻ്റെ വാട്ടർമെലൻ്റെ മുട്ടായിയൊക്കെ നമ്മൾ കഴിക്കില്ല, അതേപോലത്തെ ഒരു ഫ്ലേവറാണ്. എനിക്കിഷ്ടമാണ്. ജസ്റ്റ് വെള്ളം, അതും ഈ ബ്രെഡും, ജാമൊന്നുമില്ല. ഇവിടെ ഒരു കാറുകാരൻ, പുള്ളി എൻ്റെ സൈക്കിള് കണ്ടപ്പോൾ പുള്ളിയുടെ കയ്യിലുള്ള ഒരു എനർജി ഡ്രിങ്ക് കൊണ്ടു തന്നു. ഇത് ഞാൻ കുടിക്കില്ല. ഇതിപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുന്നത്. വേറെ ആർക്കും കൊടുക്കാം, ആരെയും കാണുമ്പോൾ അവർക്ക് കൊടുക്കാം. ഞാൻ കുടിക്കില്ല. എനർജി ഡ്രിങ്ക് ഞാൻ കഴിക്കാറില്ല. എന്താണെന്നറിയില്ല, എനിക്ക് കഴിക്കാൻ തോന്നാറില്ല. അപ്പോൾ ഇന്നത്തെ ലഞ്ച് വിഭവസമൃദ്ധമായ ഫുഡാണ് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. വെള്ളവും ബ്രെഡും, അടിപൊളി. ഇനി ബെർലിനിലെത്തിയിട്ടാണ് മര്യാദക്കുള്ള ഫുഡ്. ഇതൊരു കാടാണ്. ഇതൊരു ലോറിത്താവളം, അതിനോട് ചേർന്നിട്ടൊരു കാട്. ലോറിയൊന്നുമില്ല, പക്ഷെ താവളം മാത്രമേ ഉള്ളൂ. ഇവിടെ ഇരിക്കാനൊരു ബെഞ്ചുണ്ട്, നല്ല അടിപൊളി സെറ്റപ്പ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്തത്. മര്യാദയ്ക്ക് ഇരുന്ന് കഴിക്കാം. ബ്ലാക്ക് എനർജി, നോ 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 നോ. ജാമിന് വരെ ഇത് വെള്ളം കൂട്ടിയിട്ട് അടിക്കുകയാണ്. അതിന് അത്യാവശ്യം മധുരമുള്ള വെള്ളമാണ്. അപ്പം ബ്രെഡും ആ വെള്ളവും, ഇങ്ങനെയൊക്കെയാണ് യാത്ര. അടിപൊളിയല്ലേ? പുല്ല് കവർ ചെയ്തിട്ട് വേണ്ട, ഇത് പശുക്കൾക്കും ഒക്കെ വേണ്ടിയുള്ള പുല്ലാണ്. നമ്മുടെ വൈക്കോല് പോലത്തെ സംഭവം. അതിങ്ങനെ വൃത്തിക്ക് റോളാക്കി അത് മൊത്തം ഒരു മല പോലെ കൂട്ടിയിട്ടാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ താർപ്പായിട്ടാണ് തോന്നുന്നു. വേണ്ടല്ലോ. രണ്ട് സൈഡിലും ഇതുപോലത്തെ മരങ്ങളാണ്. നടുവിലുള്ളതൊക്കെ മുറിച്ച് റോഡാക്കിയതാണെന്നാണ് തോന്നുന്നത്. അവിടെ കിടക്കാൻ കഴിയില്ല, വേലിയുണ്ട്. നല്ല ഹെഡ് വിൻഡാ. ക്ലൈമറ്റ് ചേഞ്ച് ഈ സമയത്ത് നല്ല കാറ്റുണ്ടാവുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല കാറ്റാ. നല്ല രസമുള്ള ചെറിയ ചെറിയ വീടുകൾ. ചെറിയൊരു ഷോർട്ട് കട്ട് എടുത്താണ്, മെയിൻ റോഡിൽ നിന്ന് ഇറങ്ങി ഷോർട്ട് കട്ട് എടുത്ത് ഇങ്ങനെ പോയി. ഹായ്, കണ്ടോ പ്രായമായ ആളുകളൊക്കെ വൈകുന്നേരമൊക്കെ സൈക്കിളെടുത്ത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അതാണ് അതിൻ്റെ ഒരു രസം.
ഇവിടെ ക്യാമ്പ് ചെയ്യണോ? ക്യാമ്പ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാനൊരു 10-40 കിലോമീറ്ററും കൂടി പോകണം എന്നാണ് വിചാരിക്കുന്നത്. അടിപൊളി സ്ഥലം. ഇതുവരെ കാണാത്തൊരു തരത്തിലുള്ള പോളണ്ട്. പോളണ്ടിലുള്ള മെയിനായിട്ടുള്ള സിറ്റികളാണ് വാർസോ, പിന്നെ ക്രാക്കോ, വാർസോ, പൊസ്നാൻ. ഈ 3 സിറ്റിയും ഞാൻ കവർ ചെയ്തു. ഇവിടെ നിന്ന് കേട്ടാ 276 കാണിച്ച ബെർലിൻ ഇന്ന് രാവിലെ 276 കാണിച്ചു. ഇപ്പോൾ 146 ഹൗ അടിപൊളി. ഏതോ കാടാണിത്. ഇവിടെ എവിടെയും ടെൻ്റ് അടിക്കാനില്ല. സേഫായിട്ടുള്ള സ്ഥലം കണ്ടുപിടിക്കണം. ഏതായാലും കുറച്ചുകൂടി പോട്ടെ, സമയമാവുന്നേ ഉള്ളൂ. എന്തൊരു സന്തോഷം ആ കിലോമീറ്റർ ഇത് കണ്ടപ്പോൾ. രാവിലെ 276-75 വേണ്ടതാ, ഇപ്പോൾ അതാ 146. 10-40 കിലോമീറ്ററായി. ഫുള്ള് കാടാ, ഒരു വീടോ ഒന്നുമില്ല. ഞാൻ നിർത്താൻ വേണ്ടിയിട്ടൊരു നല്ലൊരു സേഫായിട്ടുള്ള സ്ഥലം നോക്കിയിട്ട് കിട്ടുന്നില്ല. ഇനിയൊരു 20 കിലോമീറ്ററും കൂടി പോയാലാണ് കാട് കഴിഞ്ഞൊരു ചെറിയൊരു ടൗണ് കിട്ടുക. എന്തായാലും നിർത്താൻ പറ്റില്ല. 20-25 കിലോമീറ്ററും കൂടി പോയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ആക്ച്വലി ഇന്ന് 100 ഞാൻ വിചാരിച്ചത്. 100 കിലോമീറ്റർ. നാളെ 100, മറ്റന്നാൾ ബെർലിൻ. അങ്ങനെയായിരുന്നു എൻ്റെ പ്ലാന്. പക്ഷേ ഇന്നിപ്പോൾ ഏകദേശം 100 അല്ല, ഒരു 160 കിലോമീറ്റർ ആവും മിക്കവാറും അടുത്ത സിറ്റി എത്തുമ്പോഴേക്ക്. ഇവിടെ എവിടെയും നിൽക്കാൻ പറ്റില്ല. നൈറ്റായി കഴിഞ്ഞാൽ ചിലപ്പോൾ പറയാൻ പറ്റില്ല എന്താ കഥ. നമുക്ക് ഒരു മനുഷ്യനില്ല, എന്തെങ്കിലും ഒരു മൃഗങ്ങൾ, വല്ല കരടിയൊക്കെ ഉണ്ടാവാൻ മതി. വേണ്ട, റിസ്ക് എടുക്കണ്ട. നമുക്കൊരു 20 കിലോമീറ്റർ കൂടി ആഞ്ഞ് ചവിട്ടാം. ഇപ്പോൾ സമയം 5:15. ഒരു 6:15 ആകുമ്പോഴേക്ക് ഇരുട്ടാവും. 6 മണി 6:15 അപ്പോഴേക്ക് അടുത്ത സിറ്റി പിടിക്കണം. അവിടെ കാട്ടിലെ മരത്തിന് മുകളിൽ കുറേ ആപ്പിള് ഞാൻ പോയി പറിച്ചു. വിശന്നിട്ട് കണ്ണ് കാണുന്നില്ല. ഞാൻ പോയിട്ട് അത്യാവശ്യം വലുപ്പമുള്ളതൊക്കെ നോക്കി പറിച്ചിട്ടുണ്ട്. ഏതൊക്കെ നല്ലതെന്ന് അറിയില്ല. വേഗം വിടട്ടെ. നല്ല മഴക്കാറുണ്ട്. മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് രാത്രി. എവിടെയെങ്കിലും പോയിട്ട് വേഗം സേഫായിട്ടുള്ള സ്ഥലം കണ്ടുപിടിക്കാൻ ടെൻ്റടിക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് രാത്രിത്തേക്കുള്ള ഫുഡായി. വെതർ ഭയങ്കര മോശമാണ്. മഴ പൊടിയുന്നുണ്ട്, നല്ല മഴക്കാറുണ്ട്, നല്ല കാറ്റുണ്ട്. ഒരു 10-15 കിലോമീറ്ററും കൂടി പോകണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ നടക്കില്ല. തൽക്കാലം ഒരു പാർക്ക് കിട്ടിയിട്ടുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് അങ്ങനെ ആരും ഇറങ്ങൂല എന്ന് വിചാരിക്കുന്നു പാർക്കിൽ. തൽക്കാലം ഇവിടെ ക്യാമ്പ് ചെയ്യാം. ഇനി ബോർഡറിലേക്കൊരു 20 കിലോമീറ്ററും കൂടി ഉണ്ടാവും. 20-25 കിലോമീറ്ററും കൂടി. മഴ സ്റ്റാർട്ട് ചെയ്തു. ചെക്ക് റിപ്പബ്ലിക്കിൽ അതേ സിറ്റുവേഷൻ. ഞാൻ ആ പാർക്കിൽ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഒരു ചെക്കൻ വന്നു. അവൻ പറഞ്ഞു അവിടെ രാത്രി ആയി കഴിഞ്ഞാൽ അലമ്പ് ടീം അവിടെ ഇരിക്കാൻ വരും. അവിടെ ബെഞ്ചും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ വന്നിരുന്ന്
വെള്ളടിയും കാര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ അവർ ഡിസ്റ്റർബ് ചെയ്യും, ഭയങ്കര പ്രശ്നമായിരിക്കും. അവർ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഹാംഫുൾ അല്ല, പക്ഷെ അവരിങ്ങനെ ഒച്ചയും വിളിയും പിന്നെ ചൊറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് അവിടെ ക്യാമ്പ് ചെയ്യുന്നത് സേഫ് അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ചും കൂടി മുമ്പോട്ട് വന്നു. ഇവിടെ ഒരു ചേർച്ച് കാണുന്നുണ്ട്. ഈ ചേർച്ചിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ തൊട്ടടുത്ത് വലിയൊരു ശ്മശാനുണ്ട്, മറ്റേ സെമിത്തേരി. അപ്പോൾ ധൈര്യമായിട്ട് ഇവിടെ നിൽക്കുക, ആരും ഇങ്ങോട്ട് വന്ന് ഡിസ്റ്റർബ് ചെയ്യില്ല. അതല്ലെങ്കിൽ ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇതിൻ്റെ ഉള്ളിൽ കയറി ക്യാമ്പ് ചെയ്താൽ സീനാവുമെന്ന് എനിക്കറിയില്ല. രണ്ടും കൽപ്പിച്ച് ക്യാമ്പ് ചെയ്താലോ? അല്ലെങ്കിൽ ഇവിടെ പള്ളീൻ്റെ ടൈം കഴിഞ്ഞിട്ട് അവിടെ പള്ളിയുടെ കോമ്പൗണ്ട് കയറിയിട്ട് ക്യാമ്പ് ചെയ്യണം. തൊട്ടടുത്ത് അവിടെ കാണുന്നത് ശ്മശാനാണ്, വലിയ സെമിത്തേരിയാണ്. അതുകൊണ്ട് സേഫാ. ഞാൻ രണ്ടും കൽപ്പിച്ച് ഒരു പറമ്പ് കയറി ടെൻ്റ് അടിച്ചിട്ടുണ്ട്. ആരെങ്കിലും ഈ വീട്ടുകാരോ ആരെങ്കിലും വന്ന് പ്രശ്നമാക്കിയില്ലെങ്കിൽ ഞാനിവിടെ തന്നെ ടെൻ്റ് സ്റ്റേ ചെയ്യും. അതല്ലെങ്കിൽ ഇതൊക്കെ പെട്ടി കിടക്കയൊക്കെ എടുത്ത് മടക്കി വേറെ ഏതെങ്കിലും സ്ഥലം നോക്കേണ്ടി വരും. എനിക്കിന്ന് വേറെ ഓപ്ഷനില്ല. രണ്ടും കൽപ്പിച്ച് ഞാനങ്ങോട്ട് ക്യാമ്പ് ചെയ്തു, ആ പള്ളിയുടെ ഓപ്പോസിറ്റ്. ആലോചിച്ച് നിന്ന സമയം അങ്ങ് പോവും, പിന്നെ ഒന്നും നടക്കില്ല. അധികം ആലോചിക്കരുത്, അങ്ങോട്ട് അടിച്ചുവിടല്ല തന്നെ. ഞാൻ ഇന്നലെ ക്യാമ്പ് ചെയ്തതിന് ശേഷം ഈ പ്രോപ്പർട്ടിയുടെ ഓണർ, ഈ വീട്ടിലുള്ള കുറച്ച് ആളുകൾ ഇവിടെ വന്നു. ആദ്യം എന്നോട് എഴുന്നേറ്റ് പോകാൻ വേണ്ടി പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ്, ട്രാവലിംഗ് ആണ്, ഇന്ത്യയിൽ നിന്ന് വന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ കൺവിൻസ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഓക്കെ എപ്പോൾ ഇവിടുന്ന് പോകുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ രാവിലെ പോവും, ഒരു 6 മണിക്ക് പോകും എന്ന് പറഞ്ഞു, 7 മണിക്ക്. അപ്പോൾ ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് ഇന്നലത്തെ ഇവിടുത്തെ സ്റ്റേ സെറ്റായത്. ഇന്നലെ രാത്രി നല്ല പൊരിഞ്ഞ മഴയായിരുന്നു. പൊരിഞ്ഞ മഴ എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ മഴ. ഇപ്പം നല്ല ക്ലൈമറ്റാണ്. ഇപ്പം മഴയൊക്കെ കഴിഞ്ഞു. ഇന്ന് മഴ കാണിക്കുന്നില്ല, വെതർ ഫോർകാസ്റ്റിൽ മഴ കാണിക്കുന്നില്ല, ക്ലൗഡി എന്നാണ് കാണിക്കുന്നത്. നല്ലോണം ക്ലൗഡിയാണ്, നല്ല തണുപ്പുണ്ട്. ഇന്ന് നല്ല തണുപ്പ് ഡേ ആണ്, അടിപൊളി. ഇന്ന് വേഗം നമുക്ക് ഹാംബർഗ് പിടിക്കാം. അപ്പോൾ ശരി, ഞാനിതൊക്കെ ഒന്ന് പാക്ക് ചെയ്യട്ടെ. ഇന്നലെ പറിച്ച ആപ്പിളൊക്കെ അത് അവിടെ തന്നെ ഉണ്ട്, ജ്യൂസ്, ആപ്പിള് എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഒന്നും കഴിക്കാനൊന്നും മൂടുമില്ലായിരുന്നു, സമയമില്ലായിരുന്നു, ഉറങ്ങിപ്പോയി ക്ഷീണം കൊണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പാക്ക് ചെയ്യട്ടെ, ലേറ്റായി, ഇപ്പോൾ 7:15. ഇതാണ് സ്ഥലം. ഞാൻ വേറൊരു ഇൻട്രസ്റ്റിംഗ് തിങ് കാണിച്ചു തരാം. ആ കാണുന്നത് ചേർച്ചാണ്. ആ ചേർച്ചിൻ്റെ തൊട്ട് മുമ്പിൽ നല്ല വലിയൊരു സെമിത്തേരി ഉണ്ട്. ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ. ഇപ്പം നല്ലൊരു സെമിത്തേരി തൊട്ടടുത്ത്, റോഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് സെമിത്തേരിയാണ്. അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് ഇവിടെ നിൽക്കാം, ആരും വരില്ല ഡിസ്റ്റർബ് ചെയ്യാനൊന്നും. ഈ ഏരിയയിലേക്ക് അങ്ങനെ ആരും വരില്ല, സെമിത്തേരി ഉള്ളതുകൊണ്ട് ഇങ്ങോട്ട് അങ്ങനെ ആരും വരില്ല. ഇതാണ് സ്ഥലം, ഒരു കാലി പ്ലോട്ട്. കയറി അങ്ങോട്ട് ടെൻ്റ് അടിച്ച് ഒന്നും നോക്കിയില്ല. ടെമ്പറേച്ചർ 11 നല്ല സുഖമുള്ള തണുപ്പ് കേട്ടോ. അയ്യോ, ഇങ്ങനെയാണെങ്കിലേ മൈനസിലൊക്കെ എങ്ങനെയാണ് സൈക്കിൾ ഓടിക്കാന്ന് എനിക്കറിയില്ല. അടിപൊളിയാ, ഫുൾ ജാക്കറ്റൊക്കെ ഇട്ട് ഓടിക്കേണ്ടി വരും. നല്ല കാറ്റുണ്ട്, അതാ പ്രശ്നം. തണുപ്പ് മാത്രമാണെങ്കിൽ കുഴപ്പമില്ല, നല്ല കാറ്റുണ്ട്, പൊരിഞ്ഞ കാറ്റ്, കൊടുങ്കാറ്റ് പോലത്തെ കാറ്റ് ഇടയ്ക്കിടയ്ക്ക് അടിക്കുന്നുണ്ട്. അപ്പോഴാ പ്രശ്നം.